ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് എന്റെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാം. BJP-ക്കാരും RSS-കാരും തന്നെ ഉണ്ടായിരുന്നു, എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. BJP-ക്കാരും RSS-കാരും ഇവരുടെ പുറകെ നടന്നവരെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കല്ലേ. അപ്പോൾ അവര് കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകേണ്ട ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുവാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മതവികാരത്തെ വ്രണപ്പെടുത്താത്ത രീതി വേണം നമ്മൾ പെരുമാറാൻ. ഇല്ല, ഞാൻ വ്രണപ്പെടുത്തും, ആ വ്രണത്തിൽ 2 കുത്തും. അത് എന്നിട്ട് എന്റെ മതത്തരം കാണിക്കും. അവർക്കും വ്രണമില്ലെങ്കിൽ 2 കുത്തി വ്രണം ഉണ്ടാക്കി അവിടെയും കുത്തും. അവർ ദൈവമായിട്ട് കണക്കാക്കുന്ന ഒരാളെ ഞാൻ അന്നമായിട്ട് കണക്കാക്കിയത് ഇവർക്ക് അന്നത്തിന്റെ വാല്യൂ അറിയാനിട്ടാണ്. നിങ്ങൾക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇടം വരെ നോക്കേണ്ട സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പകനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് സുഹൃത്തുക്കളെ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്ത് വെക്കുക. ലൈക്ക് ചെയ്തതിന് ശേഷം കമന്റ് ബോക്സിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യുക. കുറഞ്ഞ പക്ഷേ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റായിട്ട് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായിക്കും. അപ്പോൾ നല്ല മനസ്സിന് ഉടമകളെല്ലാം ഒരു കമന്റും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് തന്ന് സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ജസ്ന സലീം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു News 18 കേരളത്തിന് വേണ്ടിയിട്ട്. ജസ്ന സലീം ആരാന്നറിയാലോ? അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ജസ്ന സലീം എന്ന് പറഞ്ഞാൽ അവരുടെ പേരിൽ നിന്ന് മനസ്സിലാക്കുമല്ലോ, ജന്മം കൊണ്ട് മുസ്ലിം ആയിട്ടൊരു സ്ത്രീയാണ്. പക്ഷെ ഇവര് കൃഷ്ണന്റെ പടങ്ങൾ വരച്ചിട്ടാണ് വൈറലായത്. കൃഷ്ണന്റെ പടങ്ങൾ വരച്ച് വിറ്റ് ജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന ഉപജീവന മാർഗം. സോ ആയതിനാൽ തന്നെ ഇവർക്ക് കൃഷ്ണനോട് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ട്. വലിയൊരു കൃഷ്ണ ഭക്ത കൂടെയാണ് ഇവരെന്ത് ചെയ്ത്, ആദ്യം ഗുരുവായൂർ അമ്പലത്തിൽ പോയി കേക്ക് മുറിച്ചപ്പോഴത്തേനും അത് നിയമപ്രകാരമായിട്ട് കുറെ ഇതൊക്കെ വന്നിട്ട് കോടതി ഇത് നിർത്തി. അവിടെ മതപരമായ ആചാരങ്ങൾക്കല്ലാതെ ഇത്തരത്തിലുള്ള ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കോടതി അത് നിർത്തി. പിന്നെ പുള്ളിക്കാരി എന്ത് ചെയ്തു, കൃഷ്ണന്റെ ഒരു വിഗ്രഹത്തിന് കൊണ്ട് ഒരു മാലയിട്ട് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചു. അതും പ്രശ്നമായി. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നെ ചെയ്തു, വെളിയിലോട്ടിറങ്ങി ഒരു കണി ഒരുക്കി എന്തോ ഒരു വിവാദം ഉണ്ടാക്കി. അതായത് പുള്ളിക്കാരി എന്ത് ചെയ്താലും അതൊരു വിവാദത്തിൽ കൊണ്ട് എത്തിക്കും. പുള്ളിക്കാരി കണ്ണന്റെ പേരും പറഞ്ഞ് എന്തെങ്കിലും ഒരു വിവാദം സൃഷ്ടിക്കും. പുള്ളിക്കാരി അതിനെ ന്യായീകരിച്ചുകൊണ്ടൊരു സാധനം ഇട്ടു. നമ്മൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം അതല്ല കേട്ടോ. ആദ്യം കാരണം ഞാൻ കേൾപ്പിക്കാം. നിങ്ങൾ ആരും ഇതുമേല് കുറേ ആൾക്കാർക്ക് ഉണ്ടാകും റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ. അതിൽ ഞാൻ കണക്കാക്കുന്നത് എത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് 10 രൂപ കിട്ടാനുള്ള വഴി അത്രമാത്രം കൂട്ടിയാൽ മതി. അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞമ്മക്ക് 10 രൂപയിലും കിട്ടുമെന്ന് നമുക്ക് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം എടുത്തേക്കുന്നത്. എനിക്ക് ഇവരുടെ ചെയ്തിട്ട് വ്യൂ തേങ്ങുന്നില്ല, എന്നാൽ പിന്നെ ഒരു 10 രൂപ കിട്ടുന്നത് എനിക്ക് ആരും കൂടെ സമ്പാദിക്കട്ടെ 10 രൂപ. ഈ പുള്ളിക്കാരി ഈ വിവാദ പ്രസ്താവനയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവാദ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വിവാദമാകാൻ സാധ്യതയുള്ള പ്രസ്താവനകൾ പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രിക്കിട്ട് വരെ കൊട്ടിയിട്ടുണ്ട്. നമുക്ക് കേൾക്കാം. ഒരു തെറ്റുപറ്റി, ഗുരുവായൂർ അങ്ങനെ ഞാനൊരു കേക്ക് കട്ട് ചെയ്തു. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ആചാരങ്ങളൊന്നും അറിയില്ലെങ്കിൽ പഠിക്കണം മിസ്റ്റർ. നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഈ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും അവിടെ ആരോടെങ്കിലും പെർമിഷൻ ചോദിക്കണം. ചുമ്മാ എനിക്കിന്ന് അവിടെ ഒരു കേക്ക് മുറിക്കാൻ തുടങ്ങി, രാവിലെ കേക്ക് എടുക്കുക കൊണ്ടിട്ട് പ്ലച്ച വെട്ടി തിന്നുകയല്ല വേണ്ടത്. നമ്മൾ അതിന് ഓരോ സ്ഥലങ്ങളിലും പാലിക്കേണ്ടതായ പ്രോട്ടോക്കോളുകളുണ്ട്, അവരുടേതായ ചില നിയന്ത്രണങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ നോക്കണം. അറിയില്ലെങ്കിൽ വേണ്ട, ആരോടെങ്കിലും ചോദിക്കാമല്ലോ, ഇതൊരു കേക്ക് മുറിക്കുന്നുണ്ട് പ്രശ്നമുണ്ടോ സാറേന്ന് ചോദിച്ചില്ലല്ലോ. വെട്ടിക്കേറി മുറിച്ച് പ്രശ്നമാക്കി കുളവാക്കി. ശരി, ബാക്കി പറ. പുള്ളിക്കാരി കേക്ക് മുറിച്ചത് പുള്ളിക്കാരിക്ക് അറിവില്ലാതെ അബദ്ധം പറ്റിയതാ. പുള്ളിക്കാരി കൃഷ്ണന് മാലയിട്ടത് പുള്ളിക്കാരിക്ക് അറിവില്ലാതെ അബദ്ധം പറ്റിയതാ. പുള്ളിക്കാരി കണി സെറ്റാക്കിയത് പുള്ളിക്കാരിക്ക് അറിവില്ലാതെ അബദ്ധം പറ്റിയതാ. കണ്ണന്റെ പേരിൽ എന്ത് ചെയ്താലും അറിവില്ലാതെ. അപ്പോൾ ഒന്ന് ചെയ്ത് പ്രശ്നമാകുമ്പോഴത്തേനും അടുത്ത തവണ കെയർഫുൾ ആവണ്ടേ? വീണ്ടും ചെയ്ത് പ്രശ്നമാകുമ്പോഴത്തേനും അടുത്ത തവണ കെയർഫുൾ ആവണ്ടേ? വീണ്ടും ചെയ്ത് പ്രശ്നമാകുമ്പോൾ എല്ലാ തവണയും എനിക്കൊരു തെറ്റ് പറ്റിയതാ, എല്ലാവരും ക്ഷമിക്കണം, തെറ്റിദ്ധരുത്താൻ അവസരം എത്ര തവണ തെറ്റിദ്ധരുത്താൻ അവസരം തരണം? എന്റെ മനസ്സിൽ ഇവർ ചോദിക്കുന്നത് ഹിന്ദുക്കൾ ക്രിസ്ത്യൻസിന്റെ ഒരു ആചാരം എങ്ങനെയാണ് ഹിന്ദു അമ്പല പരിസരത്ത് പോയിട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കോമൺ ആയിട്ട് എല്ലാ മതസ്ഥരും ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും. എനിക്കറിയില്ലായിരുന്നു ഇത് ക്രിസ്ത്യൻസിന്റെ ആചാരമാണെന്നൊന്നും. അതെ, അറിയില്ലായിരുന്നു എന്നുള്ളത് ഓക്കെയാണ്. അറിവില്ലായ്മ ഒരിക്കലും ഒരു തെറ്റായിട്ട് നമ്മൾ കണക്കാക്കത്തില്ല. പക്ഷേ നമ്മളൊരു അമ്പലത്തിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഒരുപാട് ആളുകൾ കൂടുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നിയന്ത്രിക്കാനുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേനും അവിടെ ഇത് ചെയ്യാമോ എന്ന് ആരോടെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? അത് നമ്മൾ ചെയ്തില്ല. നമുക്ക് കേക്ക് മുറിക്കാമെന്ന് നമ്മൾ കേക്ക് മുറിച്ച്, നമുക്ക് മാലയിടാമെന്ന് നമ്മളങ്ങ് മാലയിട്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ജന്മം കൊണ്ട് മറ്റൊരു മതത്തിൽ ഉള്ള ആളായതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും അത് വിവാദമാകും, അത് പ്രശ്നമാകും, അത് പലർക്കും ഇഷ്ടപ്പെടില്ലെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം.
അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും അതൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. അത് അറിഞ്ഞിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പിന്നെ കടന്ന് മെഴുകിയിട്ട് കാര്യമില്ല. എല്ലാരും എന്ന് വെച്ചാല് നമ്മള് സോഷ്യൽ മീഡിയ തുറന്നാൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ല എല്ലാരും കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കാണും. അപ്പൊ ഞാൻ വിചാരിച്ചു നോർമലായിട്ട് എല്ലാരും ചെയ്യുന്നതാണ്. ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ ചെന്നിട്ട് നിയമസഭയിൽ ചെന്നൊരു കേക്ക് അങ്ങ് മുറിക്കുക. ഇപ്പൊ എല്ലാവരും പ്രതിഷേധം അവിടെ ആണല്ലോ, അതിന്റെ മുമ്പിൽ പോയി കുളിക്കുന്നു, അവിടെ ആണല്ലോ പ്രതിഷേധം. അവിടെ ചെന്നൊരു കേക്ക് അങ്ങ് മുറിക്കുക. നമ്മൾ മുറിക്കുവോ? പോട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേക്ക് അങ്ങ് മുറിക്കുവോ? ഇല്ല. നമ്മൾ ഒരു കോടതി പോയിട്ട് കേക്ക് മുറിക്കുവോ? ഇല്ല. ഓരോന്നും ചെയ്യാനായിട്ട് അതിൻ്റെതായ പ്രിമൈസസ് ഉണ്ട്. അല്ലെങ്കിൽ ഇന്ന പ്രിമൈസസിൽ ഇത് അനുവദനീയമാണോ എന്ന് നമ്മൾ തിരക്കണം. അതൊന്നും ചെയ്തില്ലല്ലോ. ഇതൊക്കെ വിവാദം ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ എന്നെ ആര് ചെയ്യാൻ, ഞാൻ നമ്മളെ കണ്ണൻ നമ്മുടെ സ്വന്തം ആള്, നമ്മൾ പോയി കഴിക്ക് മുറിക്കുന്നു, ആരാണ് ചോദിക്കാൻ എന്നൊരു മനോഭാവമായിരിക്കാം. പക്ഷെ അതുമേലാണ് ഇത്രത്തോളം വിഷയം എനിക്ക് വന്നത്. വിഷയം എനിക്ക് വന്നതല്ല കുഞ്ഞെ, വിഷയം നമ്മൾ വിളിച്ചു വരുത്തി ഉണ്ടാക്കിയതാ. ബാക്കി പറ. ഇല്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ പൊതുവെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാല് എന്നെ ചുറ്റിപ്പറ്റിയിട്ട് എന്റെ മതസ്ഥരെന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെ മുമ്പിൽ കണ്ണനെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് പോസ്റ്റ്. ഇവരെല്ലാരും പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ. അവരുടെ മുമ്പിൽ കണ്ണനെ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ കണ്ണനോടുള്ള സ്നേഹം കൊണ്ടല്ലേ, എനിക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ, കണ്ണനോടുള്ള സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഒന്നുമല്ല. അപ്പൊ അത് എന്റെ മതസ്ഥരിത് കാണണം. എൻ്റെ മതസ്ഥര് ഞാനിപ്പോഴും കണ്ണനെ കൈവിട്ടിട്ടില്ലെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ഇവരുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക നല്ലതാ. പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടി ബാക്കി പറ. പബ്ലിസിറ്റി ഞാൻ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റി അല്ലേ? അതെ, ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റിയാണ്. ആ പബ്ലിസിറ്റി തന്നെയല്ലേ കുറെ നാളുകൊണ്ട് വാരിക്കോരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പബ്ലിസിറ്റി ആണോ? പോയി അടുത്ത വിവാദം ഉണ്ടാക്കൂ. നിങ്ങൾ പബ്ലിസിറ്റി തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, പബ്ലിസിറ്റി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ, കുപ്രസിദ്ധിയാന്നേ ഉള്ളൂ. എനിക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയ ഒരാളാണ്. 2016 തൊട്ടിട്ട് എന്നെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അന്ന് തൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നസ്ലിൻ അടിച്ചാൽ ഡീറ്റെയിൽ മുഴുവൻ കിട്ടും. അതെന്താ പബ്ലിസിറ്റി അല്ലേ? അപ്പൊ ഞാൻ ഇത്രയും കാലം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് എന്റെ മതസ്ഥരടുത്ത് തന്നെ പറയുന്നൊരു, നമ്മൾ പറയാതെ പറയൂ എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു ഞാൻ അതിനെ കണ്ടത്. അല്ലാതെ എനിക്ക് അങ്ങനെ പബ്ലിസിറ്റി കിട്ടാനാണ് എന്തൊക്കെ നമുക്ക് ചെയ്യാം. അതെ, അങ്ങനെ പബ്ലിസിറ്റി കിട്ടാനാണ് എന്തൊക്കെ ചെയ്യാൻ. നമ്മൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതും പ്രചരിപ്പിച്ചതും നമുക്ക് കണ്ണനോടുള്ള ഇഷ്ടം കൊണ്ടല്ല. നമുക്ക് ഇത് നാട്ടുകാർ കാണണം, അവന്മാർക്ക് 2 കൂരി പൊട്ടണം. നമ്മൾ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ജന്മം കൊണ്ട് മുസ്ലിം ആയ ഒരാളാണ്. നമ്മൾ കണ്ണനെ ഇതാക്കുമ്പോഴത്തേന് അവർക്ക് കൊള്ളണം, അവരെ കൊള്ളിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ചെയ്യുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റാണ് പുള്ളിക്കാരി ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ബാക്കി പറ. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് എന്റെ കഷ്ടകാലം തുടങ്ങി എന്ന് പറയാം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൃഷ്ണന്റെ ഒരു പടം വരച്ചു കൊടുത്തു. അന്ന് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങിയത്. ശരിക്കും അന്ന് മുതലാണെന്ന് തോന്നുന്നു നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഷ്ടകാലം തുടങ്ങിയത്. അത് ആ പടത്തിന്റെ പ്രശ്നമല്ല കേട്ടോ, നമ്മൾ കൊടുക്കുന്നതിന്റെ പ്രശ്നമാണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അതിനകത്തൊരു വിശ്വാസവും ഇല്ല. നിങ്ങൾ തന്നെ ഇത് പറഞ്ഞു, ഞാൻ അവർക്ക് കണ്ടൊന്നും കൊള്ളണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അല്ല, നമുക്ക് അതിനകത്ത് വിശ്വാസമൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഉപജീവനമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സമ്പത്ത് ഉണ്ടാക്കാനുള്ളൊരു മാധ്യമമായിട്ട് കാണുന്നു. ഇതെന്താണ് പാവം പിടിച്ച് നരേന്ദ്രമോദിയെ പിടിച്ച് എൻ്റെ മണ്ടക്കോട്ടിടുന്നത്? പുള്ളി ഇനിയിപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? പിന്നെ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന, അദ്ദേഹത്തെ വലിയ രീതിയിൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുമ്പോഴത്തേനും നിങ്ങളുടെ അച്ചീവ്മെന്റ് ആണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ അച്ചീവ്മെന്റ് ആണ്. പക്ഷെ അതേസമയം ആ പാർട്ടിയിൽ അവിടെ എത്തിപ്പെടാൻ സാധിക്കാത്തവർക്ക് അത് കൊള്ളും, അവർക്കത് പൊള്ളും, അവർ നിങ്ങളെ പൊള്ളിക്കും. അതൊക്കെ സ്വാഭാവികം മാത്രമാണ്. ഇതിനൊന്നും നമ്മളൊന്നും പറയില്ല, അതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ ആണ്. പിന്നീട് സത്യം പറയാലോ, ഈ BJP-ക്കാരും RSS-കാരും തന്നെ ഉണ്ടാവും എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയാം. BJP-ക്കാരും RSS-കാരും ഇവരുടെ പുറകെ നടന്ന് ഇവരെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കല്ലേ? അവൻ ജീവിച്ച് പൊക്കോട്ട്. ഈ കാര്യം BJP-ക്കാർക്കും RSS-കാർക്കും അറിയാവോ? കുറെ BJP-യിലും RSS-ലും ഒക്കെ ഉള്ള ആൾക്കാര് നിരന്തരം എന്നെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിന് പൈ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വിഷുക്കണി ഒരുക്കിയത് ആരോ കണി ഒരുക്കി, അത് എന്റെ പേരിലേക്ക് എടുത്തിട്ട് അതിനെക്കുറിച്ചൊരു പോസ്റ്റ്. അതായത് ഈ പുള്ളിക്കാരി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിവില്ലാതെ ചെയ്യുന്നതാ. ഏതാ കണ്ണന് മാലയിട്ടതും അവിടെ പോയി കേക്ക് മുറിച്ചതും ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചതും കണിയൊരിക്കുന്നതും എല്ലാം പുള്ളിക്കാരി അറിവില്ലാത്തതുകൊണ്ട് ചെയ്തതാ. പക്ഷെ ഇതെല്ലാം പ്രചരിപ്പിക്കുന്നതെല്ലാം RSS-കാരും BJP-ക്കാരുമാണ്. പുള്ളിക്കാരി ആരൊക്കെ വിമർശിക്കുന്നുണ്ട് അതെല്ലാം RSS-കാരും BJP-ക്കാരുമാണ്. പുള്ളിക്കാരിക്ക് വിമർശിക്കാൻ വേറെ ആളില്ല. അതാണ് സംഭവം മനസ്സിലാക്കേണ്ടത്. നമ്മൾ തെറ്റ് ചെയ്തപ്പോൾ പലരും അത് ചൂണ്ടിക്കാണിച്ചതിനകത്ത് ഈ ഒരുപക്ഷെ RSS-കാരും BJP-ക്കാരും കാണും. അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനോട് എതിർപ്പ് കാണും. പക്ഷെ അവർ മാത്രമാണ് എന്നെ എതിർക്കുന്നതെന്ന്. ഞാൻ RSS-ഉം BJP-യും ഒന്നുമല്ലോ, ഞാൻ എതിർക്കുന്നില്ലേ? ബാക്കി പറ.
കണ്ണനെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല, എന്റെ കൂടെ തന്നെ ഉണ്ട് എന്ന്. അപ്പൊ ചിലർ ചോദിക്കും ഭക്തി എന്തിനും മറ്റുള്ളവരെ കാണിക്കണമെന്ന്. അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് കാണിക്കാൻ വേണ്ടി എന്റെ മതത്തിൽ അത്രമേൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അതേ അവര് കാണുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകേണ്ട ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഞാനത് ചെയ്തിട്ടുള്ളൂ. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുവാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഈ മുസ്ലിം മതത്തിൽ നിന്നിട്ട് കൃഷ്ണന്റെ പടം വരയ്ക്കുമ്പോഴത്തേനും കണ്ണന്റെ പടം വരയ്ക്കുമ്പോഴത്തേനും അവർക്ക് കൊള്ളും, അവർക്ക് കൊള്ളണം, അവർക്കിത് കൊള്ളണം, അവർ വിഷമിക്കണം, അവർക്കിത് ഇറിറ്റേറ്റ് ആവണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഫോട്ടോയും വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത്. അല്ലാതെ വേറൊരു നന്മ ഉദ്ദേശവും നമുക്കില്ല. അത് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് നാട്ടിലുള്ളവരെ മൊത്തം വെല്ലുവിളിക്കുന്നതും നിങ്ങൾക്ക് ഈ അനാവശ്യമായി കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. അല്ലാതെ നിങ്ങൾ കണ്ണനെ വരയ്ക്കുന്നുണ്ടോ, നിങ്ങൾ കണ്ണനെ വിൽക്കുന്നുണ്ടോ, നിങ്ങൾ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഒന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. മറ്റൊരു മതത്തിൽ നമ്മുടെ നാട്ടിൽ മതം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. നമ്മൾ ഒരു മതത്തിൽ ജനിച്ചിട്ട് നമ്മൾ മറ്റൊരു മതത്തിലേക്ക് പോകുമ്പോഴത്തേനും അവിടെ ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്താത്ത രീതി വേണം നമ്മൾ പെരുമാറാൻ. ഇല്ല, ഞാൻ വ്രണപ്പെടുത്തും, ആ വ്രണത്തിൽ 2 കുത്തും. അത് എന്നിട്ട് എൻ്റെ മതത്തരം കാണിക്കും, അവർക്കും വ്രണമില്ലെങ്കിൽ 2 കുത്തി വ്രണം ഉണ്ടാക്കി അവിടെയും കുത്തും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കൈക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഏറെ പൊക്കൊണ്ടേയിരിക്കും. അല്ല, നിങ്ങളെ വിറ്റ് പൈസ ഉണ്ടാക്കാനൊന്നുമല്ല. ബാക്കി പറ. അല്ല, ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ കഴിക്കുന്ന ചോറ് നമ്മൾ ബഹുമാനിക്കാതെ കഴിച്ചാൽ നമുക്ക് എപ്പോഴും ബഹുമാനിക്കാതെ നമ്മൾ കഴിച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ അന്നത്തെ ബഹുമാനിക്കണം, ഇല്ലേ? അന്നത്തെ ബഹുമാനിച്ച് അന്നത്തെ റെസ്പെക്ട് ചെയ്ത് മാത്രം അത് കഴിച്ചാലേ നമുക്ക് ലൈഫ് ലോങ് ആ അന്നം കിട്ടുള്ളൂ എന്നുള്ളൊരു വിശ്വാസക്കാരിയാണ് ഞാൻ. അതേപോലെ 12 വർഷമായി എന്റെ അന്നമായി മാറിയതാണ് കണ്ണൻ. അപ്പൊ അന്നത്തെ നമ്മൾ ബഹുമാനിക്കണം. അന്നത്തെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് കഴിച്ചില്ലെങ്കിൽ അന്നം നമുക്ക് എന്നും കിട്ടണമെന്നോ കാര്യമില്ല. അതുപോലെ 12 വർഷമായിട്ട് എൻ്റെ അന്നമാണ് കണ്ണൻ. ബാക്കി പറ. പലരും എന്നോട് ചോദിച്ചിട്ട് എങ്ങനെ കണ്ണൻ അന്നം എന്ന് പറയാന്ന്. അതിൽ അവർ ഈ ഹൈന്ദവർ കുറ്റം കണക്കാക്കുന്നത്, പക്ഷെ എനിക്കൊരു കുറ്റവും തോന്നുന്നില്ല. കാരണം നമ്മൾ ഹൈന്ദവരല്ല. അവരുടെ ഒരു ദൈവത്തെ അവർ ദൈവമായിട്ട് കാണുമ്പോഴത്തേനും അല്ലെങ്കിൽ അവരതൊരു ഡിവൈൻ സംഭവമായിട്ട് കാണുമ്പോഴത്തേനും നമ്മൾ എന്നിട്ട് നമുക്കത് ഡിവൈൻ ഒന്നുമില്ല കേട്ടോ, നമുക്ക് അന്നമാണേ എന്ന് പറയുമ്പോഴത്തേനും അവർക്കത് കൊള്ളാതിരിക്കുമോ? അവർക്കത് കൊള്ളും. അവരെ കുത്തി പറയുന്ന പോലെ പറയാതിരുന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും. അവർ കൃഷ്ണനെ ഒരു ദൈവമായിട്ട് കാണുന്നു, ദൈവത്തെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തും കിട്ടും, നമ്മുടെ കൃഷ്ണൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്നവാട്ടോ നമ്മുടെ അന്നമാണേ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവർക്ക് കൊള്ളും. അവർ തിരിച്ച് വായത്തോന്നൊക്കെ പറയുകയും ചെയ്യും. ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഓക്കെ, അവർ ദൈവമായിട്ട് കണക്കാക്കുന്ന ഒരാളെ ഞാൻ അന്നമായിട്ട് കണക്കാക്കിയത് ഇവർക്ക് അന്നത്തിന്റെ വാല്യൂ അറിയാഞ്ഞിട്ടാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ വാല്യൂ അറിയാഞ്ഞിട്ടാണ്. ദൈവം വേറെ, അന്നം വേറെ. ദൈവം അത് എൻ്റെ കോൺസെപ്റ്റ് ആയിരിക്കും കേട്ടോ, നിങ്ങളുടെ കോൺസെപ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ദൈവം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം അൾട്ടിമേറ്റ് പവറായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത്. പക്ഷെ അന്നം അങ്ങനെ ഒരു എക്സ്ട്രീം അൾട്ടിമേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ പവറായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത്. അത് മനസ്സിലാക്കുക കേട്ടോ. അന്നത്തെ ബഹുമാനിക്കണമെന്നുള്ളതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ കണ്ണനെ കൊണ്ടിട്ട് അന്നമായിട്ട് അത് ഞാനൊന്നും പറയുന്നില്ല, പോട്ടെ, ഞാൻ പറഞ്ഞ് വിവാദമാക്കുന്നില്ല. അന്നം ഒരു നേരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇവർക്ക് മനസ്സിലാവാത്തതാണ്. അപ്പൊ ഈ 12 വർഷമായി എനിക്ക് അന്നമായി മാറിയതാണ് കണ്ണന്. ആ കണ്ണനെ വിശ്വസിച്ച് സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്നതിൽ എനിക്കൊരു വിരോധമില്ല. നിങ്ങൾക്ക് കണ്ണൻ അന്നമാണോ, നിങ്ങൾക്ക് സ്നേഹമാണോ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. ആദ്യം പറഞ്ഞ് അന്നമാണ്, പിന്നെ പറഞ്ഞ് സ്നേഹമാണ്, പിന്നെ പറഞ്ഞ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇടുന്നതാണ്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. ഒന്നെങ്കിൽ സ്നേഹമാണെന്ന് പറ, ഇല്ലെങ്കിൽ എനിക്ക് അന്നമാണ്, വെറും വരയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് കാശ് കിട്ടാൻ വേണ്ടി ഞാൻ വരച്ച് വിൽക്കുമെന്ന് പറ. എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് പറയാതെ. പിന്നെ ഈ ചോദിക്കുന്ന ഏകദൈവ വിശ്വാസിയല്ലേ ഞാനും പറയട്ടെ, എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാനെന്ന് വെച്ചാൽ എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു. അവർ ഹിന്ദു അല്ലേ, അവൻ ക്രിസ്ത്യാനി അല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നില്ലായിരുന്നു. അവരുടെ ബഹുമാനമാണ് നമ്മൾ ഇത്ര നേരം കേട്ടത്. അന്നം കേട്ടോ, നമ്മുടെ അന്നം. ഞാൻ നിയമം ലംഘിക്കും, ഞാൻ മാല ഇടിഞ്ഞാൻ, ഞാൻ കേക്ക് മുറിക്കാൻ പാടില്ല. പക്ഷേ അമ്പലത്തിൽ കയറി മുട്ടയില്ലാത്ത കേക്കാന്ന് ഇവർ പറയുന്നത്, മുട്ടയില്ലാത്ത കേക്ക് ഞാൻ കുഞ്ഞായിരിക്കും ഞാൻ തിന്നു. ഞാൻ ചെയ്യും, ഞാൻ കണി ഒരുക്കും, ഞാൻ വിവാദം ഉണ്ടാക്കും, ഞാൻ കണ്ണൻ്റെ പേര് മൊത്തം പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ നമ്മൾക്ക് കണ്ണനെ ഇഷ്ടമാണ്, കണ്ണന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. മനസ്സിലാക്കിക്കോണേ. നല്ലതാ, വളരെ നല്ലതാ. നമ്മൾ ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുക. പക്ഷേ ആ മതത്തിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വാസങ്ങളെ നമ്മൾ മുറിവേൽപ്പിക്കരുത്. അവരെ മുറിവേൽപ്പിച്ചുകൊണ്ടാവരുത് നമ്മുടെ വിശ്വാസം നമ്മൾ കാണിക്കുന്നതും വെല്ലുവിളി നടത്തേണ്ടതല്ല കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്താൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ്.